ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചിത്രം ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം എമ്പുരാൻ. കാരണം നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇന്നത്തോടു കൂടി അത് അവസാനിച്ച് കണ്ടു തീർത്തപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാനിൽ കടക്കും മുമ്പ് എമ്പുരാൻ സൃഷ്ടിച്ച റെക്കോർഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് റിലീസ് തീയതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റ് പോകുന്നു. അതുപോലെ തന്നെ ഫാൻ ഷോകൾ വയ്ക്കുന്നു, ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നു. അതുമാത്രമല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഫിലിം പൃഥ്വിരാജ് കുമാറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന മൂന്നാം ചിത്രം, ഏറ്റവും പോലെ തന്നെ മലയാളത്തിന് പുറമെ ഒരുപാട് താരങ്ങൾ വരുന്ന ചിത്രം, വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രം, പൊതുദേശത്ത് ഷൂട്ടിംഗ് ചെയ്ത ചിത്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എമ്പുരാനുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ബുക്ക് മൈ ഷോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയി എന്ന് പറയുന്ന റെക്കോർഡും എമ്പുരാൻ എന്ന് പറയുന്ന ഫിലിമിനാണ്. അതായത് ഒരു മണിക്കൂറോളം ബുക്ക് മൈ ഷോ സ്റ്റക്കായി നിന്നെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അതുപോലെ തന്നെ 50 കോടി പ്രീ സെയിലിൽ എത്തിയെന്നും റിലീസിന് മുമ്പ് തന്നെ വലിയ ബഡ്ജറ്റ് വരുന്ന ചിത്രമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് അവർ തന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും സവിശേഷതകളെല്ലാം ഉൾക്കൊണ്ട് തന്നെ എമ്പുരാൻ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ എമ്പുരാൻ ഇന്ന് 6 മണിത്തെ ഫാൻ ഷോ തന്നെയാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ഫാൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം പ്രേമി നിലയ്ക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എമ്പുരാൻ നമുക്ക് റിവ്യൂലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്ഷൻ ചെയ്തത് പൃഥ്വിരാജ് കുമാറാണ്. അത് മുൻ ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലൂസിഫർ, അതുപോലെ തന്നെ ബ്രോഡാഡി, മൂന്നാം ചിത്രമാണ് എമ്പുരാൻ. അപ്പോൾ മൂന്നാം ചിത്രമാണ് എമ്പുരാൻ. അത് നോട്ട് ചെയ്ത് വെച്ചോ, ലാസ്റ്റ് അതിലൂടെ തന്നെ വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് L2 അല്ലെങ്കിൽ എമ്പുരാൻ പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, അന്ന് തൊട്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈലൻറ്റ് കണ്ട പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് എന്തായിരിക്കും എമ്പുരാൻ. അന്ന് തൊട്ട് വെയിറ്റിംഗ് ലാലേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ചിലർക്കും എന്തായിരിക്കും ആ കഥാപാത്രം എങ്ങനെ എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കുന്ന വിധത്തിലാണ് നമുക്ക് എന്താ പറയുക ലൂസിഫർ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്രയേറെ കാത്തിരിപ്പും. ആ ലൂസിഫർ എന്ന് പറഞ്ഞ ചിത്രം മേലെ അതിമേലെ എന്ന് പറയുന്ന തരത്തിലാണ് ലൂസിഫർ എന്ന ചിത്രം പ്രത്യേകം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് രംഗങ്ങൾ ഇന്ന് ചോദിച്ചാലും മുഖത്തെടുക്കാനും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ എടുക്കുന്ന ചിത്രം തന്നെയാണ് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം. ആക്ഷൻ സടങ്ങുമെല്ലാം കൊണ്ട് സമ്മാനം തന്നെയാണ്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ തന്നെ എമ്പുരാന് വീണ്ടും എന്താ പറയുക കാണാൻ വേണ്ടി കാത്തിരുന്നത്. അപ്പോൾ തിരിച്ചൊരു സ്റ്റോറിയിലോട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ 2 കാലഘട്ടങ്ങളോട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൂസിഫറിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ ലൂസിഫറിലാണെങ്കിൽ ഫുള്ള് രാഷ്ട്രീയം കറഞ്ഞു പോകുന്നു. അത് അവസാന ഭാഗത്താണ് എന്താ പറയുക പുതിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തിരിച്ചിട്ട് ഒരു വിപരീതമായിട്ട് 2 കാലഘട്ടം കടന്നു പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഖുറേഷി എബ്രാഹിം എന്ന് പറയുന്ന ആ കഥാപാത്രം, അല്ലെങ്കിൽ ഇബ്രാഹിം ഖുറേഷി, ആ 2 കഥാപാത്രങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എൻഡിങ്ങോട് നമ്മൾ ചെന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ലൂസിഫറിൽ. അത് തീർച്ചയായിട്ടും ഇതിൽ പൂർണ്ണമായിട്ടും ആ കഥാപാത്രത്തിൽ വരുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ സായിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ എങ്ങനെ ഖുറേഷിയുടെ അടുത്തേക്ക് എത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് നമുക്ക് എമ്പുരാനിൽ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും കാണുന്ന പ്രശ്നം എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിച്ചില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ രീതി തന്നെയാണ് ഏറ്റവും വലിയ ഒരു പാളിപ്പോയ രീതിയായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്റ്റോറിയോട് കിടക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഗുജറാത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഗുജറാത്താകുമ്പോൾ മെയിനായിട്ട് കലാപമായിരിക്കും, വർഗീയത, മതകലാപം. അവിടെ ഒരാളെ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞു പോകുന്നു. അതിനുശേഷം ഇപ്പുറത്തെ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അന്ന് ഏൽപ്പിച്ചു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല ഇന്ന് നടക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഒരു കച്ചവടം, ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു കച്ചവടം, അല്ലെങ്കിൽ ജനങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു കേരളം. അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കുന്ന സമയത്താണ് നമ്മുടെ പുതിയൊരു കാലത്തിലോട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് ആ ട്രailer ഡീകോഡിങ് സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഏകദേശം അതിനോടൊരു 99% ശരിവയ്ക്കുന്ന തരത്തിലാണ് ഫിലിം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ പടം ഏകദേശം ഇൻ്റർവെല്ലിലോട് അടുക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തെത്തുമ്പോൾ സംഭവത്താണ് നമ്മുടെ ലാലേട്ടന് എവിടെയും ചോദിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ടൈറ്റിലും അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന അതിനെ കാണിക്കുമ്പോൾ ഒരു നിർവികീരത ലഭിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒന്നും തന്നെ തോന്നുന്നില്ല ആ ടൈറ്റിലാണെങ്കിലും. അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ആദ്യത്തെ 10 മിനിറ്റ് കാരണം എനിക്കൊന്നും തോന്നിയില്ല. ഇതെന്താണ് എന്നുള്ള തോന്നലായിരുന്നു കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നി. അടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ എന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹിന്ദിയും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. കുറേ ഹിന്ദിയാണ്, 1.25 മണിക്കൂറും ഹിന്ദി പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും ബോറടിപ്പിക്കുന്നില്ല, ബോറിംഗ് ഒന്നുമില്ല. കാരണം അത് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്കൊരു പുതിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും, ഇവരൊക്കെ എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് കാണാനുള്ള ഒരു ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ എന്തോ ഹിന്ദി ആണെങ്കിലും മറാത്തി ആണെങ്കിലും കാണാണ്ട് വേറെ വഴിയില്ല.
അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നമ്മുടെ ലാലുണ്ട് ഇൻട്രോ കാണിക്കുന്നു. ഖുറേഷി ആയിട്ട് വരുന്നുണ്ട്. ഇൻട്രോയിലും എന്താ പറയുക, ഒരു കയ്യടിച്ച് ഒരു ആർത്ത് വിളിക്കാനുള്ള അല്ലെങ്കിൽ പിന്നീട് ഓർത്ത് വെക്കാനുള്ള തരത്തിലുള്ള രോമാഞ്ചം അത് സമ്മാനിക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഇൻട്രോ, ഒരുപാട് ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും തന്നെ തോന്നുന്നില്ല. ലാട്ടം വരുന്നു, ഒരു പൊരി വെയിലത്ത് കോട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ സ്ലോ മോഷൻ നടക്കുന്നു, 2 ഡയലോഗ് കേൾക്കുന്നു, ആൾ ഫ്ലൈറ്റ് കയറി പോകുന്നു, അല്ലാതെ ഹെലികോപ്റ്ററിൽ പോകുന്നുണ്ട്. അതൊക്കെ ഒറിജിനാലിറ്റിയാണ്, ഒറിജിനലാണ്, അതിലൊന്നും യാതൊരു തർക്കമില്ല. കാരണം ഡയറക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ കാണുന്ന ബാനറിൽ വരുന്ന പശ്ചാത്തലമാണെങ്കിൽ അതിലൊന്നും യാതൊരു മാറ്റമില്ല. പിന്നെ നേരെ ടോവിനോ അടുത്ത് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാരനാണ് ടോവിനോ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ജിതിൻ രാമദാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ഷെയ്ഡാണോ ഇല്ല എന്നൊക്കെ നിങ്ങൾ തീർച്ചയായും കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ടോവിനോ ഇതിൽ പടത്തിൽ ഉടനീളം എന്താ പറയുക എയർ പിടിച്ചിട്ടുണ്ട്, ഫുൾ എയറിലാണ്, ആളെന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പം ആളൊരു കഥാപാത്രം ഒരു കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഒരു CM എന്ന് പറയുമ്പോൾ തരത്തിൽ അല്ലെങ്കിൽ ആ പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ തരത്തിൽ അല്ലെങ്കിൽ അതിലോട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു തീപ്പൊരി പ്രസംഗത്തിലൂടെ ടോവിനോ ഇൻട്രോ അല്ലെങ്കിൽ ആ ഭാഗം കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇമ്പാക്റ്റോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് മാറുന്നു. പിന്നെ നേരെ മഞ്ജു വാര്യർ എത്തുന്നുണ്ട്. അവരുടെ റോള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സുരാജ് ഉണ്ട്, ചെറിയ സ്പേസ് അല്ലെങ്കിൽ സുരാജിൻ്റെ പ്രസംഗമൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ആ രാഷ്ട്രീയക്കാരനാണ് സുരാജ് പിന്നാലോട് വന്നിട്ടുള്ളൂ. പിന്നെ സായികുമാർ, നന്ദു, ബൈജു ആ റോളൊക്കെ ഒരു സൈഡുക്കൂടെ ഇങ്ങനെ ഉടഞ്ഞു നീങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിക്കുകയൊന്നും ഇല്ലാണ്ട് വളരെ സ്ലോയിലായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് കാര്യം മനസ്സിലാവും. തിരിച്ചിട്ട് ഇൻ്റർവെൽ കുറേ ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള ഒരു ട്വിസ്റ്റോ ഒന്നും തന്നെ തോന്നുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. നേരെ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു തീപ്പൊരി ഐറ്റം ഒക്കെ വരുന്നുണ്ട്. അവിടെ നമ്മുടെ പൃഥ്വിരാജ് വരുന്നുള്ളൂ ആ കുറച്ച് സീൻസിലൊക്കെ. പിന്നീട് അങ്ങേറെ കുറച്ച് സ്പേസിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മോഹൻലാലും വന്നു പോകുന്നുണ്ട്, ഇടയ്ക്ക് വന്നു പോകുന്നു. ഈ ക്യാമിയ റോളിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല എന്നൊക്കെ എനിക്ക് പറയുന്നത്. ലാലേട്ടൻ്റെ റോള് ഒരു ക്യാമിയ റോൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് വന്ന് പോകും, എന്തൊക്കെയോ കൂളിംഗ് ഗ്ലാസ് ഇടുന്നു, സ്ലോ മോഷൻ നടക്കുന്നു, തിരിഞ്ഞു നോക്കുന്നു, നടക്കുന്നു. ഇതാണ് പുള്ളിയുടെ പരിപാടി ഈ പടത്തിൽ. വലിയ ഡയലോഗോ വലിയ മാസ് പിടുത്തോ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും ചില സ്പേസിലൊക്കെ നമുക്ക് കൈയടിച്ച് പോകുന്ന തരത്തിലൊക്കെ ചില സീൻസ് ഉണ്ട്. അതും ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ട്രെയിലർ കാണിച്ചപ്പോൾ തന്നെ ഒരു മുണ്ടും മടക്കി കുത്തിയിട്ടുള്ള ഒരു വരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യാതൊരു മോനെ പൊളിയായിട്ടും തന്നെയാണ് ആ സീൻസൊക്കെ. കാരണം അതിൽ നമ്മുടെ പഴയൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും അതും ഗംഭീരമായി തന്നെയാണ് ആ സീൻസൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ എന്താ പറയുക, ഈ സ്റ്റാർട്ടിങ്ങിലെ കടവുകളെ പോലെ ആ പാട്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കൈയടിക്കാൻ തോന്നിയിരുന്നു. നമുക്ക് ലൂസിഫറിൽ എമ്പുരാലും സ്റ്റാർട്ടിങ്ങിൽ ആ പാട്ടും കൊണ്ടുവരുമ്പോൾ കൈയടിക്കുന്ന ഒരുപാട് ചില സീൻസൊക്കെ ഉണ്ട്, പാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ആ പാട്ട് കയറി എന്താ പറയുക, നമ്മൾ ഹൈയിലോട്ട് ആണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് സ്ലോലി താഴോട്ടാണ് വരുന്നത്, ലോലായിട്ടാണ് ഡൗൺ ആയി വരുന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് ആ ചില സീൻസൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗോംസപ്പ് തോന്നിക്കുന്ന തരത്തിൽ പല മൂവ്മെൻറ്റ്സ് പടത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല. എസ്പെഷ്യലി ആ പാട്ട് പോലും അതിന് മുന്നോട്ട് പോകുന്നു. ജയ് ബജരംഗി കുറേ കാര്യങ്ങളൊക്കെ കുറേ അണ്ണാക്കി അടിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ചെറിയ സീൻസൊക്കെ അറിഞ്ഞു പോകുന്നുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് നമുക്കെല്ലാം അറിയാം. ഒരു ഫിലിം ആകുമ്പോൾ രാഷ്ട്രീയം പറയാതെ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ കുറച്ച് സീൻസൊക്കെ അതിലോട്ട് എടുത്തു പോകുന്നു. അതിന് നേരെ ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തുന്നുണ്ട്. ഒരു നിർവികാരിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്. ഞാൻ വിചാരിച്ചുള്ളൂ ആരടിക്കും ഗെയിമിയോ ആ വ്യക്തി എന്താ സംഭവം എന്നൊക്കെ. തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ലിയോ പോലൊക്കെ തോന്നുന്നു ചില ഭാഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഇതിൻ്റെ എൻഡിങ് അവസാനിക്കുന്നു. വീണ്ടും ഒരു ക്യാമിയ റോൾ വരുന്നുണ്ട്, L3 ചെന്ന് അവസാനിക്കുന്നുണ്ട്. ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ആ തരത്തിൽ ലൂസിഫർ എമ്പുരാൻ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ ഒരുപാട് മുകളിലോട്ട് പോയി ഒരു അവസ്ഥയായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ എമ്പുരാൻ അത്രയും എത്തിയില്ല. പക്ഷേ അന്നത്തെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്നത്തിലെത്തുമ്പോൾ എന്താ പറയുക, ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ എമ്പുരാൻ വളരെ നല്ല ക്വാളിറ്റി വൈസ് തോന്നിക്കുന്നുണ്ട്. തിരക്കഥ തന്നെയാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്ന പ്രേക്ഷകർക്കും ഇതിലെ നടനും കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതിനിടയ്ക്ക് അവസാനം ശരിക്കും ഉറപ്പിച്ചിട്ടുള്ള ഒരു എൻഡിങ്ങോട് കൂടി തന്നെയാണ് ഇതിനെ എമ്പുരാൻ തീരുന്നതും L3 കടക്കുന്നത്. തീർച്ചയായിട്ടും L3 ഉണ്ട്, കൺഫേം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തോന്നുന്നു ആരാണ് ഡ്രാഗ് എന്നുള്ള തോന്നുന്ന കാത്തിരിപ്പിലേക്ക് നമുക്ക് എത്തിയുമ്പോൾ ഇങ്ങേരോ എന്നുള്ള തോന്നലാണ് എത്തിയത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഓവറായിട്ട് വരുന്ന ഒരു ഹൈപ്പും അല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷയും അതാണ്. എനിക്ക് തീർച്ചയായും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ്റെ ഒരുപാട് നാൾക്ക് ശേഷം റിലീസ് പൂരപ്പുറമ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫിലിം അല്ലെങ്കിൽ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഫിലിം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ എനിക്കൊരു ഏവറേജ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു നിർവികാരത കിട്ടാത്ത പോലെ അല്ലെങ്കിൽ നിർഗുണം എന്ന പോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്കൊരു അനുഭവമായിട്ട് തോന്നുന്നു. അല്ലാണ്ട് ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹൈ വോൾട്ടേജ് ഐറ്റമായിട്ട് മാറിയേനെ. അത് സംഭവിച്ചില്ല.
അതൊരു പക്ഷേ അത് എൻ്റെ മാത്രം ഒരു തെറ്റായിരിക്കും. എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു. ഒരുപാട് പേര് പറയും നീ ആരാടാ ലാലേട്ടനെ കുറ്റം പറഞ്ഞാൽ. അതിലാരും കുറ്റം പറയും. 18 നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ഷൻ, അതുപോലെ ഡയറക്ഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു ഇമ്പാക്റ്റ്, ഒരു രോമാഞ്ചം, എഫക്റ്റ് അത് എവിടെയും എത്തുന്നില്ല തന്നെയാണ് ചില ഭാഗത്ത് എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി എടുത്തു വെച്ച പോലെ എനിക്ക് തോന്നി. അതുപോലെ ഇത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നടൻ എവിടെ എന്നുള്ളത് ചോദിച്ചു പോകും. അതുകൊണ്ട് ഫാൻസിന് വേണ്ടിയിട്ടല്ല, ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ L3ക്ക് വേണ്ടിയിട്ട് എടുത്ത് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം, അതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാൻ തിയേറ്റേഴ്സ് മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരുപാട് ഭാഗങ്ങൾ ചിത്രത്തിലുണ്ട്. ഒരു മോഹൻലാലിന് ഫാനോ അല്ലെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ലൊരു ചിത്രം കാണാൻ തരത്തിലൊക്കെ തോന്നിക്കാച്ചെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ കാണേണ്ട ഒരു ഫിലിം തന്നെയാണ് L2 എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഏവറേജ് അനുഭവമായിട്ട് തന്നെ വിചാരിക്കുക. അമിതമായിട്ട് പ്രതീക്ഷകളൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് തിയേറ്ററിലോട്ട് കയറുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും എമ്പുരാൻ സമ്മാനിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റിത്തരത്തിൻ്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ബൈ.